സർവജ്ഞ സനാതന സാരസനേത്ര കൃഷ്ണ സർവേശ മഹിഷിതൻ പൂർവജന്മാദിയെല്ലാം പറയാം. ലോകങ്ങൾക്കത്യാശ്ചര്യമുണ്ടാക്കും ഇച്ചരിതം കേട്ടാൽ. മായാഭക്തിയും വർദ്ധിച്ചിടും. ത്രിമൂർത്തി ശക്തി കൊണ്ടു ദത്തനും മഹാമായാശക്തിയിൽ നിന്ന് പിന്നെ ഗാലവപുത്രിയായി ലീലയുമുത്ഭവിച്ചു. പണ്ടവർ യൗവനത്തിൽ കാലൂനിലാലസിച്ചു പോരുമക്കാലത്തിങ്കൽ ഗാലവൻ ദത്തനായി ലീലയെ നൽകി. കാമലീല ചെയ്തവരേറെക്കാലം വാണതിൻ ശേഷം വിരക്തി വന്നു സന്യാസാശ്രമം സ്വീകരിപ്പാൻ പുറപ്പെട്ടോരു ദത്തൻ. സമീപത്തിൽ സന്താപാകുലയായി ചെന്നു നിന്നിപ്രകാരം കാന്താംഗി ലീലാദേവി ചൊല്ലിനാൾ കണ്ണീർ തൂകി. ഹൃദയേശ്വര മമ ഭർത്താവേ സർവേശ്വര ഹൃദയാവർജകം നിൻ സൗന്ദര്യാമൃതമേതും. മതിയായില നുകർന്നിട്ടിവൾക്കെന്നുള്ളൊരു കഥയാതൊന്നും കന്ത ചിന്തിക്കാതങ്ങീവിധം. സന്യാസാശ്രമം പൂകാൻ മുതിരുന്നതു പാരമന്യായം തന്നെ എന്നാണെന്നുടെ ദൃഢപക്ഷം. ദ്വൈതമെന്നുള്ള ഭാവം ദമ്പതിമാർക്കു തമ്മിലേതുമൊന്നുണ്ടാകാമോ? ബോധവാനല്ലോ ഭവാൻ. രണ്ടാൾക്കും സ്വീകാര്യമായുള്ളതേ ചെയ്തിടാവൂ. രണ്ടാമാശ്രമസ്ഥിതർക്കെന്നല്ലോ ബുധമതം. പോവാം നമുക്കൊരുമിച്ചു സന്യസിച്ചിടാൻ. തൃപ്തിയാവോളം ദാമ്പത്യപ്പൂന്തേൻ നുകർന്നതിൻ ശേഷം ഇപ്പോളായതിനുള്ള കാലമായില്ല നാഥ. സ്വൽപ്പവും നമുക്കാരോഗ്യത്തിനില്ലല്ലോ കോട്ടം എന്നുള്ള ലീലാവാക്യം കേൾക്കവേ നിജചിത്തത്തിനൊരു കുലുക്കവുമെന്നിയേ ദത്തൻ ചൊന്നാൻ. കോമളകളേബരേ സുശീലേ ലീലേ കേൾനി കാമാദിവികാരങ്ങൾ ക്ഷണഭംഗുരമല്ലോ. ആയതിനടിമപ്പെട്ടുള്ളവൻ സംസാരമായ തന്നികളത്താൽ ബദ്ധനായി ഭവിച്ചിടും. അതു പൊട്ടിക്കാൻ ത്രിമൂർത്തികൾക്കും സാധ്യമല്ല. ഇതു ബോധിച്ചിടുക മൂഢയല്ലല്ലോ നീയും. കോമളെ അനുഭവിക്കും തോറും ആശ കൂടും. കാമനു കണ്ണില്ലെന്ന കാര്യം നീ മറക്കൊല്ലേ. ഇത്ര കാലവും ഗൃഹസ്ഥാശ്രമേ വാണവന്റെ സൂത്രവും നമ്മളേതാണ്ടറിഞ്ഞു കഴിഞ്ഞില്ലേ. നിർത്തിടാം ഇനി ഇത്. മർത്യനായി പിറന്നെന്നാലെത്തേണ്ടുന്നിടത്തെത്താൻ ശ്രമിക്കാം നമ്മൾക്കിനി. ദേഹാനന്തരപ്രാപ്തി സായുജ്യമായിടേണം. ദേഹികളായിത്തീർന്നാലില്ല സംശയമേതും. ദേഹത്തെ വീണ്ടും വീണ്ടും കൈക്കൊള്ളാനിടയാക്കും സാഹസകർമ്മം ബുദ്ധിയുള്ളവൻ ചെയ്തിടുമോ?
യൗവന സൗന്ദര്യാനുരാഗങ്ങളൊന്നും കവിപുങ്കവർ നിർവചിക്കും മാതിരിയൊന്നുമല്ല. തിലത്തെ മല പോലെ വർണ്ണിച്ചു വർണ്ണിച്ചൊരു നിലയും കാണാതവർ കാണുന്നു ദിവാസ്വപ്നം. വാസ്തവം വിചാരിച്ചാലില്ലാത്തതുണ്ടൊന്നായി വിസ്തരിച്ചോദിയോദിച്ചിത്തവിഭ്രമം ചേർക്കും മർത്യരാകുന്നു കവിവർഗങ്ങൾ. മായാമോഹം വർദ്ധിപ്പിച്ചിടുന്നതിക്കൂട്ടരാണുലകത്തിൽ. എന്തിനായി ബഹുവിധമോതിയിടുന്നു ഞാൻ ഭദ്രേ. ഹന്ത കാമികൾ മായാബദ്ധരാണെന്നറിഞ്ഞാലും ഇത്തരം ദത്തൻ തൻ്റെ തത്വവാക്യങ്ങൾ കേട്ടിട്ടുത്തരം ലീലാദേവി സത്വരമുരൾ ചെയ്തു. വാസ്തവമാവാമങ്ങ് ചൊന്നതെങ്കിലും എൻ്റെ യുക്തിയും കുറച്ചൊന്നു കേൾക്കണേ പ്രാണേശ്വര. ചിന്തിച്ചു നോക്കിയിടുമ്പോൾ ദാമ്പത്യം മുക്തിദ്വാരം ബന്ധിച്ചിടുന്നുവെന്നതൊട്ടുമേ ശരിയല്ല. ഇല്ലുടലിന്നൊഴിച്ചു ദമ്പതിമാർക്കു ഭേദമെള്ളോളമിന്നാണല്ലോ ശാസ്ത്രസിദ്ധാന്തം നാഥ. തുല്യമാനസരായാൽ അവർ തൻ വിചാരവും തുല്യമായതിൻ ഫലം രണ്ടാൾക്കും ഒന്നൊന്നായി ശാസ്ത്രമിങ്ങനെയല്ലോ ചൊല്ലുന്നു. പിന്നെ ഭവാനിത്തരം ഭിന്നഭാവമെങ്ങു നിന്നുണ്ടായി വന്നു. എനിക്കു തെല്ലും മറ്റം വന്നതില്ലിതേവരെ ജനിക്കുന്നില്ല ദാമ്പത്യത്തിലൊരപ്രീതിയും. എന്നല്ല സന്താനവുമുണ്ടായിട്ടില്ല നമ്മൾക്കെന്നുള്ള കാര്യം ഭവാനെന്തകോ ചിന്തിക്കാത്തു. പുത്രനാലല്ലോ ഗതി കിട്ടുന്നു പിതൃക്കൾക്കീ തത്വത്തെ തവ സന്യാസഭ്രമം വിഴുങ്ങിയോ. ഗൃഹസ്ഥാശ്രമേ വാണു മുക്തിയെ പ്രാപിച്ചിടാൻ ഇഹത്തിൽ സാധ്യമാവില്ലെന്നാണോ തവ മതം? സപ്തർഷിമാരും കൂടി ഗൃഹസ്ഥാശ്രമികളായി വർത്തിക്കുന്നവരല്ലോ നിത്യമുക്തന്മാരായി. ചിത്തസംതൃപ്തി തന്നെ മുക്തി എന്നതിനർത്ഥം. ദുഃഖസൗഖ്യങ്ങളെല്ലാം മനസ്സിൻ തോന്നൽ മാത്രം. ആശ്രമം നാലുള്ളതിൽ മുഖ്യമായതു ഗൃഹസ്ഥാശ്രമമെന്നറിഞ്ഞിടാത്തവൻ മൃഗപ്രായൻ. സശ്രദ്ധം ഗൃഹാശ്രമം ദീക്ഷിച്ചു പോരുന്നോർക്കു വിശ്വത്തിൽ സാധിക്കേണ്ടതില്ല മറ്റൊന്നും തന്നെ. അശങ്കം ശ്രേഷ്ഠമാമീ ദ്വിതീയാശ്രമം വിട്ട് ത്രിശങ്കുസ്വർഗം പൂകിടാനാണോ ഭവാൻ ഭാവം? ഒന്നിങ്കലുറച്ചു നിൽക്കാതെയുള്ളവൻ എങ്ങു ചെന്നാലും സ്ഥാനമില്ലെന്നോർക്കണം പ്രത്യേകിച്ചും. ദത്തനുമുര ചെയ്തു നിന്റെ ഈ വാദമെല്ലാം ചിത്തജഭ്രാന്തിൻ സന്താനങ്ങളാണറിയും ഞാൻ. കാമികളേതൊന്നിനും ചൊല്ലിയിടുമോരോ ന്യായം. കാര്യമോദിയാലവൻ സമ്മതിക്കയുമില്ല. മുക്തി എന്നതിൻ പ്രൗഢാർത്ഥത്തെ നീ ധരിച്ചിട്ടില്ലത്രയേ ചുരുക്കമായി ചൊല്ലുവാൻ എനിക്കുള്ളൂ. ഭർത്താവിൻ ദൃഢനില കണ്ടു ലീലയും ചെറ്റു ചിത്തവിക്ഷോഭം പൂണ്ട് ചൊല്ലിനാളിതം വീണ്ടും. കർത്തവ്യകർമ്മം
ശരിക്കാചരിക്കാതെയുള്ള മർത്യനു കുതിരക്കൊമ്പെന്ന പോൽ തന്നെ മുക്തി. ഇല്ലങ്ങയ്ക്കശേഷവും കർത്തവ്യബോധം നാഥ, വല്ലതും പറയുകയല്ല ഞാൻ മഹാമതേ. അഗ്നിസാക്ഷിയായി വേട്ട പത്നി തന്നഭിലാഷം ഭഗ്നമാക്കുന്നവന്നു മുക്തിക്കില്ലധികാരം. അക്കാര്യമെല്ലാം പോട്ടെ വല്ലഭ, ഭവാനുടെ ഇക്കോമളാംഗം പാർക്കും തോറുമെൻ ഹൃദയത്തിൽ ചിത്തജവന്നി കത്തിയിടുന്നുവെന്നോതി ഭർതൃഗാത്രത്തെ പുൽകാൻ തന്നെത്താൻ മറന്നടുത്തപ്പോൾ ദത്തനും രോഷാകുലനേത്രനായി മാറി ദേഹമത്രയും വിറപുണ്ടു ദന്തവും കടിച്ചോതി. കുടിലചിത്തേ ലീലേ കശ്മലേ കഷ്ടം കഷ്ടം. കാമനടിമപ്പെട്ടു ബുദ്ധിഹീനയായി ഇത്തരത്തിൽ ചൊല്ലിയ കാരണത്താൽ ഭാവിയിൽ പ്രജ്ഞ തെല്ലുമില്ലാത്ത ഭയങ്കര മഹിഷിയായി തീർന്ന് ദുഷ്ടരാം അസുരവർഗങ്ങളുമായി കൊടും കാട്ടിൽ വാഴ്ക നീ എന്ന് ശാപവുമേകീടിനാൻ ദത്തൻ. ഭഗ്നാശയായി ലീല കോപതാപാദിയാർന്ന ഭർത്താവിൻ കമനീയ വിഗ്രഹം പാർത്തു പാർത്ത് കണ്ണുനീർ തൂകി തൂകി ദീർഘനിശ്വാസം പൂണ്ടീവണ്ണമൊന്നുര ചെയ്തു ഗൽഗദത്തോടും കൂടി. കർത്തവ്യകർമ്മങ്ങളെ അണുവും പിഴയ്ക്കാതെ ഭക്തി സംയുതം ഭർതൃശുശ്രൂഷ വേണ്ടും വണ്ണം നിത്യവും നിർവഹിച്ചു പോരുന്നോരബല ഞാൻ. ഭർത്താവേ, ഭവൽ ശാപം സ്വീകരിക്കുന്നു, പക്ഷേ ചാരിത്രശുദ്ധിയൊന്നാണബലക്കെഴും ശക്തി. ചേരുന്നുണ്ടിവളിലാ ശക്തി എന്നിരിക്കിലോ കൈവരുമെന്നഭീഷ്ടം ഭാവിയിലെരുമയായി പോയാലുമീ ഞാൻ. ഇതു സത്യമെന്നറിഞ്ഞാലും ഓർത്തുകൊള്ളുക, ഭവാൻ ചെയ്തു തീർക്കേണ്ടതാമെൻ ചിത്താഭിലാഷമായ കർത്തവ്യകർമ്മം ചെയ്യുവാൻ. സുന്ദരമഹിഷമായി വന്നവതാരം ചെയ്യും മന്നിടേ ഭവാൻ. മായാശക്തിയാൽ അസംശയം ശാപമല്ലിത് മമ മോഹമാകുന്നു നാഥ. കോപിക്ക വേണ്ട, പോയിടുന്നു ഞാൻ പ്രിയതമാ എന്നു ചൊന്നവൾ കൂപ്പിത്തൊഴുതു ഹൃദയത്തിൽ. നന്നായി ദത്തരൂപം ധ്യാനിച്ചങ്ങുറപ്പിച്ചു നേത്രങ്ങൾ ഭ്രൂമധ്യത്തിൽ നിർത്തിയങ്ങിളകാതെ തത്ര നിന്നുടൽ തന്നെ പ്രാപിച്ചു സമാധിയും. ദൈതാവാക്യങ്ങളും സത്യവും സമാധിയും ഹൃദയേ പേർത്തുമോർത്തു ദുഃഖിതനായിത്തീർന്നു ചിത്രം. ഹാ സന്യസിപ്പാനുണ്ടായ ദത്തോദ്ദേശമസ്തപ്രായമായിത്തീർന്നിട്ടവനും കാട്ടിൽ പുക്കു. തത്ര വാണിതു വൃഥാ നാളുകൾ തള്ളി നീക്കി. ചിത്തസന്താപത്തോടും ലീലയെ വിചാരിച്ചും ഒന്നിലും തീരെ ശ്രദ്ധയെന്നിയേ ലീലേ ലീലേ എന്നവനുരുവിട്ട് രാപ്പകലൊരുപോലെ ഹന്ത നിദ്രാശനാദിയാതൊന്നുമില്ലാതൊരു ഭ്രാന്തനെപ്പോലെ നടന്നങ്ങിനെ കലാശിച്ചു. ഉദ്ദേശമെത്ര നല്ലതായാലും ഫലം ദൈവനിശ്ചയം പോലെ
അല്ലാതെങ്ങിനെ വന്നിടുന്നു. ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞോരനന്തരം അങ്ങ് മാലിനീ തീരെ രംഭനുമകനായി മഹിഷാസുരനെന്ന ദാനവൻ ജാതനായി. മഹി, പാതാളം, സ്വർഗം എന്നിവയെല്ലാം അവൻ ബ്രഹ്മാവിൻ വരബലം കൊണ്ടുടൻ കീഴടക്കി വന്മാലു ചേർത്താൻ ഭുവനത്രയത്തിനുമൊപ്പം. ദേവകളപേക്ഷിക്ക കാരണം അവൻ ദുർഗാദേവിയാൽ ഹതനായി സായുജ്യം പ്രാപിച്ചിതു. തദനന്തരം രംഭൻ തന്നുടെ സഹോദരൻ കരംഭൻ തൻ പുത്രിയായി ലീലയുമുളവായി മഹിഷീരൂപമാർന്നു ഭീകരിയായാരവൾ. മഹിഷാസുരവധം കേട്ടേറ്റം ഹൃഷ്ടയായി ചെന്നവൾ ധാതാവിനെ ഘോരമായി തപം ചെയ്തു. നന്നായി പ്രസാദിപ്പിച്ചിങ്ങനെ വരം വാങ്ങി. 3 ലോകത്തും നിന്നെ വെല്ലുവാനായിട്ടാരും തന്നെയുണ്ടാകയില്ല. കില്ലലേശം പോലും വിഷ്ണു ശങ്കര മായാശക്തികൾ 3 ചേർന്ന് വിഷ്ണുമായാവതാരമുണ്ടാവും കാലത്തിങ്കൽ അമ്മായാവാഹനമാം സുന്ദരമഹിഷത്താൽ നിന്മനോരഥമായ കാമപൂർത്തിയും വരും. പിൽപ്പാട് വിഷ്ണുമായാനുഗ്രഹം കൊണ്ട് നിന്നിൽ നിൽപ്പുള്ള പാപം തീർന്ന് ത്വൽപദം പ്രാപിച്ചിടും. ചിത്തസന്തോഷം പൂണ്ടു വരത്തിൻ ബലം മൂലം ശക്തിയും പാരമാർന്നു സത്വരം മഹിഷിയും 3 ലോകവും വെന്ന് ചക്രവർത്തിനിയായിട്ടിന്ദ്രലോകത്തിൽ തന്നെ വസിച്ചു സസുഖമായി. ശ്രീ വിഷ്ണുമായയുടെ 4ാം പിറന്നാൾ തൻ്റെ ആശ്രമത്തിൽ വെച്ചു തന്നെ ആഘോഷിക്കണമെന്ന് കരിനീലി തീരുമാനിച്ചു. തൻ്റെ ഭൃത്യനായ കണ്ഠനെ കൂളിവാകിയുടെ ആശ്രമത്തിലേക്ക് പറഞ്ഞയച്ചു. കണ്ഠനാകട്ടെ മഹാദരിദ്രനായിരുന്നു. കൂളിവാകിയുടെ ആശ്രമത്തിലേക്ക് പലവിധത്തിലുള്ള ചിന്തകളാൽ ആകുലമായ മനസ്സോടുകൂടി കണ്ഠൻ വിഷ്ണുമായയുടെ രൂപത്തെ തന്നെ മനസ്സിൽ ദർശിച്ചുകൊണ്ട് യാത്രയായി. കാട്ടിലൂടെ നടന്നു പോകുന്ന കണ്ഠൻ അത്ഭുതകരമായൊരു കാഴ്ച കണ്ടു. ദൂരെ ഒരു മാവിൻ്റെ ചുവട്ടിൽ തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൈകൾ കൊണ്ട് മാടി വിളിക്കുന്ന വിഷ്ണുമായയുടെ രൂപത്തെ. ഓടിച്ചെന്ന് കണ്ഠൻ ആ പിഞ്ചുബാലൻ്റെ മുമ്പിൽ തൊഴുകയോടുകൂടി നിന്നു. വിഷ്ണുമായയാകട്ടെ മൃദുലമായ കൈകളിൽ 3 മാമ്പഴമെടുത്ത് കണ്ഠനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അല്ലയോ കണ്ഠ, ഈ മാമ്പഴങ്ങൾ നീ അമ്മയുടെ കാൽക്കൽ എൻ്റെ പുരസ്കാരമായി കൊണ്ടുവയ്ക്കണം. അതിലൊന്ന് അമ്മ നിനക്കെടുത്തു തരും. അത് നീ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വയ്ക്കുക. ഇങ്ങനെ വിഷ്ണുമായയുടെ അനുഗ്രഹം വാങ്ങി കണ്ഠൻ അമ്മയുടെ അടുത്തെത്തി മാമ്പഴങ്ങൾ തിരുമുമ്പിൽ സമർപ്പിച്ചു. അതിലൊന്ന് ആ അമ്മ കണ്ഠൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. മാമ്പഴവും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ഠൻ വീട്ടിലേക്ക് നടന്നു. തൻ്റെ വീട്ടിനുള്ളിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു പീഠത്തിന്മേൽ ആ മാമ്പഴം വെച്ച് 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിദിവ്യമായൊരു പ്രകാശം കണ്ഠൻ്റെ വീടിനെയാകെ വലയം ചെയ്ത് കഴിഞ്ഞിരുന്നു. നോക്കിയപ്പോൾ ആ മാമ്പഴം
വിഷ്ണുമായയുടെ തേജോരൂപമായി മാറിയിരുന്നു. അങ്ങനെ കണ്ടൻ ഐശ്വര്യവാനായിത്തീർന്നു. പലതരത്തിലുള്ള അത്ഭുത കൃത്യങ്ങളും വിഷ്ണുമായ തൻ്റെ ബാല്യത്തിൽ തന്നെ ആ മലയപ്പിള്ളേർക്കും വേടന്മാരുടെ ഗൃഹങ്ങളിലുമായി കാഴ്ചവെച്ചു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരിക്കൽ വിഷ്ണുമായ തൻ്റെ ഭൃത്യനായ സുന്ദരമഹിഷത്തെ വിളിച്ചു പറഞ്ഞു, അല്ലയോ സുന്ദരമഹിഷമേ, പൂർവജന്മത്തിലെ കടങ്ങൾ തീർക്കുവാനുള്ളതാണ് ഇഹലോകത്തിലെ ഓരോരോ ജീവിയുടെയും ജന്മങ്ങൾ. ഇന്ന് നിനക്ക് നിന്റെ പൂർവജന്മത്തിലെ ചില കടമകൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അതിനായി സ്വർഗലോകത്തേക്ക് യാത്രയാവുക. അവിടെ സ്വർഗങ്ങളെയെല്ലാം പിടിച്ചടക്കിക്കൊണ്ട് മഹിഷി പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥയായി വാണരുളുന്നു. അവളുടെ ഗർവം തീർക്കുന്നതിനായി നീ ഉടനെ തന്നെ സ്വർഗത്തിലേക്ക് യാത്രയാവുക. നിന്റെ കടക്കണ്ണുകൊണ്ടുള്ള നോട്ടം കൊണ്ട് അവളെ കാമപരവശയാക്കി ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഇത് എൻ്റെ ജന്മദൗത്യമാണ്, നിന്റെ മുജ്ജന്മങ്ങളിലേക്കുള്ള കടമയും. വിഷ്ണുമായയുടെ ഈ വാക്കുകൾ കേട്ട് സുന്ദരമഹിഷം കൗതുകത്തോടുകൂടി ചോദിച്ചു, എന്താണ് എൻ്റെ പൂർവജന്മത്തിലുള്ള കടമ? ഇത് കേട്ട് വിഷ്ണുമായ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ സുന്ദരമഹിഷമേ, നീ എൻ്റെ വിശ്വസ്തനായ ഭൃത്യനാണ്. നിന്നെപ്പോലൊരു ഭക്തനെ ഞാൻ മറ്റെവിടെയും കണ്ടിട്ടില്ല. ഇത് കേൾക്കുക, നിന്റെ പൂർവജന്മത്തിലെ കഥയെക്കുറിച്ച്. ത്രിമൂർത്തി ശക്തിയിൽ നിന്നും ദത്തൻ എന്നു പേരുള്ള ഒരു മഹാബലവാനുണ്ടായിരുന്നു. ഗാലവപുത്രിയായി ലീലയെ അവൻ വിവാഹം ചെയ്തു. യൗവനത്തിൽ അവർ വളരെയധികം ആനന്ദിച്ചുകൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടി. ഏറെക്കാലം കഴിഞ്ഞപ്പോൾ ദത്തന് ജീവിതത്തോട് വിരക്തിയായിത്തീർന്നു. അവൻ ഗാർഹസ്ഥ്യ ജീവിതത്തെ മടുത്തു. സന്യാസാശ്രമം സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. ഉടനെ തന്നെ ലീല ദത്തൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അല്ലയോ ഹൃദയേശ്വര, അവിടുന്ന് സന്യാസാശ്രമം സ്വീകരിക്കുവാൻ തയ്യാറായതായി ഞാൻ അറിയുന്നു. ഏവർക്കും ജീവിതത്തോട് വിരക്തി വന്നു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ളത് വാനപ്രസ്ഥവും സന്യാസവും തന്നെയാണ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, എനിക്ക് ഈ ഗാർഹസ്ഥ്യ ജീവിതം ഒട്ടും തന്നെ മടുത്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഇനിയും ആനന്ദിക്കുവാനുണ്ട് എന്ന തോന്നൽ എന്നെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അടക്കുവാനാകാത്ത മോഹങ്ങളാൽ എൻ്റെ മനസ്സ് എപ്പോഴും നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ഈ സുന്ദരമായ രൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയുള്ള തൻ്റെ പത്നിയുടെ വാക്കുകൾ കേട്ട് ദത്തൻ പറഞ്ഞു, അല്ലയോ ലീലെ, നിന്റെ ഈ ചിന്തകളെല്ലാം നശ്വരമാണെന്ന് മനസ്സിലാക്കുക. ശരീരമെന്നത് കേവലം ഗുണങ്ങളാൽ നിർമ്മിതമാക്കപ്പെട്ട ഒരു പാഴ്വസ്തു മാത്രമാണ്. ആത്മാവാണ് അനശ്വരമായിട്ടുള്ളത്. ആത്മാവ് അഴുകിക്കഴിഞ്ഞാൽ അതിന് ഒരിക്കലും മോക്ഷം ലഭിക്കുകയില്ല. ഇവിടെ ശരീരം അഴുകിക്കൊണ്ടിരിക്കും. ആത്മാവുകൾ പുതിയ പുതിയ വസ്ത്രങ്ങൾ അണിയുന്നത് പോലെ പുതിയ പുതിയ ശരീരങ്ങൾ തേടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള നശ്വരമായ ജീവിതത്തെ നീ എന്തിന് അമിതമായി മോഹിക്കുന്നു? അതിനേക്കാൾ മഹത്തരമായിട്ടുള്ള മോക്ഷപദത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യന് വിവേകബുദ്ധി നൽകിയിരിക്കുന്നത്. ഔചിത്യത്തോടുകൂടി ചിന്തിച്ചുകൊണ്ട് ഔചിത്യപരമായ മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പരമമായ സത്യത്തെ ഉണരുവാനുള്ള മോഹം മാത്രമായിരിക്കണം മനുഷ്യന് വേണ്ടത്. ഇന്ന് എനിക്കെൻ്റെ ജീവിതത്തിലെ വെളിച്ചം എവിടെയെന്ന് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു. ഞാൻ ആ വെളിച്ചം അന്വേഷിച്ച് പോവുകയാണ്. നീ ഒരിക്കലും എൻ്റെ മാർഗത്തിന് തടസ്സമായി തീരരുത്. ഇങ്ങനെയുള്ള ദത്തൻ്റെ വാക്കുകൾ കേട്ട് ലീല ചൊടിച്ചു. അല്ലയോ പ്രാണനാഥ, അവിടുത്തെ വാക്കുകൾ ഏറ്റവും ബുദ്ധിപരമായൊന്നു തന്നെയാണ്. പക്ഷേ കേവല ബുദ്ധിയായി എനിക്ക് അതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഞാൻ അറിഞ്ഞിട്ടുള്ളത് ആശ്രമങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഗൃഹസ്ഥാശ്രമമാണെന്നാണ്. ആ ഗൃഹസ്ഥാശ്രമത്തെ പുച്ഛിച്ചുകൊണ്ട് എത്ര തന്നെ സന്യാസത്തെയോ ബ്രഹ്മചര്യത്തെയോ സ്വീകരിച്ചാലും അവന് മോക്ഷം ലഭിക്കുകയില്ലെന്ന് ഞാൻ അറിയുന്നു. ശരീരമദ്യം ഖലുധർമ്മം സാധനം എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. ശരീരത്തിനപ്പുറത്തായി മറ്റൊന്നും തന്നെ ഈ ലോകത്തില്ല. ഈ പ്രപഞ്ചം മായയാൽ നിർമ്മിതമാണെങ്കിൽ തന്നെയും മായയ്ക്കതീതമായ ആ ബ്രഹ്മസത്യത്തെ സ്വീകരിക്കണമെങ്കിൽ പ്രപഞ്ചത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക തന്നെ വേണം. മാത്രവുമല്ല,
ഗാർഹസ്ഥ്യ ജീവിതം നയിച്ചിരുന്ന നമുക്ക് ഒരു പുത്രനോ പുത്രിയോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ വസ്തുതയാണ്. അപുത്രസ്യ ഗതിർനാസ്തിഹി എന്നാണ് സ്മൃതികൾ ഉദ്ഘോഷിക്കുന്നത്. പുത്രന്മാരില്ലാത്തവർക്ക് ഒരിക്കലും ഗതി ലഭിക്കുകയില്ല. ക്ഷീണമായ പുണ്യങ്ങളാൽ സ്വർഗത്തിൽ നിന്നും താഴേക്ക് നിലംപതിക്കുന്നവരെ പോലെ നാം ഓരോരുത്തരും ആ ഗാർഹസ്ഥ്യ ജീവിതം വേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ എത്ര തന്നെ മോക്ഷമാർഗങ്ങളെ സ്വീകരിച്ചാലും അവിടെ നിന്ന് പിന്നോക്കം ഓടിപ്പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അല്ലയോ പ്രാണേശ്വര, അവിടുന്ന് എൻ്റെ വാക്കുകൾ കേൾക്കുക. ഭർത്താവ് ചെയ്യുന്നത് തന്നെ ഭാര്യയും അനുവർത്തിക്കേണ്ടതാകുന്നു. ഭാര്യയുടെ ഇഷ്ടങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് ഒരു ഭർത്താവും ജീവിക്കേണ്ടതാകുന്നു. ഈ മഹത്തായ ദാമ്പത്യ ജീവിതത്തിൻ്റെ തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് നാം പരസ്പരം ഒരുപോലെ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. അവിടുന്ന് എപ്പോഴാണ് ഈ ഗാർഹസ്ഥ്യ ജീവിതത്തോട് വിരക്തി തോന്നിക്കൊണ്ട് സന്യാസ ജീവിതത്തെ ആശ്രയിക്കുന്നത്, അപ്പോൾ തന്നെ പത്നിയായ ഞാനും അവിടുത്തെ പിന്തുടരേണ്ടതുണ്ട്. ഇങ്ങനെ പറയുന്ന തൻ്റെ പത്നിയുടെ വാക്കുകളെ വകവയ്ക്കാതെ ദത്തൻ സന്യാസ ജീവിതത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി തന്നെ മുന്നോട്ട് നടന്നു. ദത്തനെ തടഞ്ഞുകൊണ്ട് ലീലയാകട്ടെ അവനെ ആലിംഗനം ചെയ്യുവാൻ ശ്രമിച്ചു. ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ കോപത്തെ അടക്കുവാൻ വയ്യാതെ ദത്തൻ പറഞ്ഞു, അല്ലയോ ലീലെ, നിന്റെ ഈ അന്ധമായ കാമം നിന്റെ ജീവിതത്തെ തന്നെ നശിപ്പിച്ചിരിക്കുന്നു. നിന്റെ ചിന്തകളെ മലിനമാക്കിയിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ജീർണിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള നിനക്ക് ഒരിക്കലും യോജിച്ചതല്ല ഈ മനുഷ്യജന്മം. അതുകൊണ്ട് വിവേകമില്ലാത്ത ഒരു മഹിഷിയായി നീ ജനിക്കുമാറാകട്ടെ. ഈ ശാപം കേട്ട് ലീല തൻ്റെ കർണങ്ങളെ പൊത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ ദേവദേവ, ഇത്രയും ഹീനമായൊരു ശാപം എൻ്റെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കേണ്ടതില്ലായിരുന്നു. ഇതാ ഈ ശാപത്തെ ഞാൻ അനുഗ്രഹമായി സ്വീകരിക്കുകയാണ്. ഈ നിമിഷം തിരിച്ച് മറ്റൊരു ശാപത്തെ നൽകുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പകരം എൻ്റെ പാതിവൃത്യത്തിന് എന്തെങ്കിലും മഹിമയുണ്ടെങ്കിൽ, ഇത്രയും കാലം ഞാൻ അങ്ങയെ ശുശ്രൂഷിക്കുകയും അങ്ങയെ ആരാധിക്കുകയും ചെയ്തതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ആ സത്യം പരിപാലിക്കുന്നതിന് വേണ്ടി ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. എത്ര തന്നെ മഹിഷിയുടേതല്ല, എത്ര തന്നെ യോനികളിൽ പിറക്കേണ്ടി വന്നാലും അവിടുത്തെ ഇച്ഛിച്ചിട്ടുള്ള എനിക്ക് എൻ്റെ കാമപൂർത്തി വരാതെ ഒരിക്കലും മോക്ഷം ലഭിക്കുകയില്ല. അടുത്ത ജന്മത്തിൽ അങ്ങും മഹിഷമായി ജനിച്ചുകൊണ്ട് എൻ്റെ കാമേച്ഛയെ പൂർത്തീകരിക്കുമാറാകട്ടെ. ഇങ്ങനെ പരസ്പരം ശപിച്ചതിൻ്റെ ഫലമായി അല്ലയോ സുന്ദരമഹിഷമേ, നീ മഹിഷമായി തീർന്നു. നീ കഴിഞ്ഞ ജന്മത്തിൽ ദത്തനായിരുന്നു. നിന്റെ പത്നിയായ ലീലയാകട്ടെ മഹിഷിയായി ജനിച്ച് സ്വർഗത്തെയും ഭൂമിയെയും പാതാളത്തെയും കീഴടക്കി ദേവലോകത്തെ കീഴടക്കിക്കൊണ്ട് സ്വയം ഇന്ദ്രനായി പ്രഖ്യാപിച്ചുകൊണ്ട് വാണരുളുകയാണ്. അവളുടെ ദർപ്പത്തെ തീർക്കുന്നതിന് വേണ്ടി ഉടൻ തന്നെ നീ പരലോകത്തേക്ക് യാത്രയാവുക. അവിടെ ചെന്ന് അമരാവതിയിൽ വാണരുളുന്ന മഹിഷിയെ മോഹിപ്പിച്ച് ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. എൻ്റെ തിരുനാൾ മഹോത്സവത്തിൻ്റെ സമയത്ത് അവളുടെ ദർപ്പത്തെ ഞാൻ അടക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ വാഴും കാലം ദേവകൾ ഭൂദേവന്മാരൊന്നിച്ചു ചെന്നു കൂളി കുന്തമാം വിപിനത്തിൽ തത്രമാകന്തോദ്യാനെ ബാലലീലയുമാടി വർത്തിക്കും മഹാവിഷ്ണുമായയാം മണിവർണ്ണൻ ഭൂതിഭൂഷണൻ ഭൂരിഭാവുകപ്രദായകൻ ഭൂതനായകൻ ഭൂതസേവിതൻ ഭുവനേശൻ ദേവവന്ദിതൻ ദീനവത്സലൻ നിത്യമുക്തൻ ഖേദനാശനൻ മഹാകാരുണ്യനിലയനൻ തന്നുടെ മരതക മഞ്ജുള രൂപം കണ്ടു വന്ദിച്ചു നമസ്കാരം ചെയ്തു ദേവകളെല്ലാം സങ്കടത്തോടും കൂടി മഹിഷീ വൃത്താന്തങ്ങൾ സർവവും ഉണർത്തിച്ചു കുപ്പുകൈയുമായി നിൽക്കേ ശത്രുനാശനനായ വിഷ്ണുമായയും ചൊന്നാൻ സുത്രമാവാദിയോടു
പുഞ്ചിരി പൂണ്ടീ വണ്ണം. ഖേദിക്ക വേണ്ട വേഗം മഹിഷി മതം തീർത്ത് മോദത്തെ ചേർത്തിടുവാൻ പൊയ്ക്കൊള്ളുകിപ്പോൾ നിങ്ങൾ. എന്നതു കേട്ടു നന്നായി വന്ദനം ചെയ്തു പോയാർ ഇന്ദ്രാദിദേവസംഘം സന്തോഷമോടും കൂടി. പിന്നെ തൻ വാഹനത്തെ വിളിച്ചു വിഷ്ണുമായ വന്നവൻ മുന്നിൽ നിന്നു വിനയസമന്വിതം. സുന്ദരമഹിഷമേ, എന്നമ്മ കരിനീലി തന്നെ നിർദ്ദേശത്താൽ പിറന്നാളാഘോഷിപ്പാൻ ഗമിക്കും അടുത്തു ഞാനെന്ന് നീ അറിഞ്ഞില്ലേ. കുറച്ചുകാലം തത്ര താമസിക്കയും ചെയ്യും. ഗമിക്കുമടുത്തു ഞാനെന്നു നീ അറിഞ്ഞില്ലേ. കുറച്ചുകാലം തത്ര താമസിക്കയും ചെയ്യും. ആകയാലൊരു കാര്യം നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. പോകണമിപ്പോൾ തന്നെ നാഗലോകത്തോളം നീ. കരംഭസുതയായ മഹിഷി അങ്ങു ചെന്ന സുരരെയെല്ലാം തോൽപ്പിച്ചിന്ദ്രപട്ടവും കെട്ടി ചക്രവർത്തിനിയായി ഭോഗതൃഷ്ണയും വച്ച് വിക്രമമിയന്നേറെക്കാലമായി വാണിടുന്നു. അവൾക്കു ഭർത്താവായി തീർന്നു നീ. വേണ്ടും വണ്ണം അവളെ സുഖിപ്പിക്ക കാമാർത്തയല്ലോ അവൾ. പൂർവജന്മത്തിൽ നിങ്ങൾ ദമ്പതിമാരായവർ പൂർണ്ണമായില്ല ഭോഗതൃഷ്ണയെന്നവൾക്കേതും. അതിനാൽ ഇജ്ജന്മത്തിലായതു മുഴുമിച്ചേ മതിയാവുള്ളൂ. കർമ്മവാസന ചെയ്തേ പറ്റൂ. അന്നവൾക്കെഴും കാമം പൂർത്തിയാക്കിയിടാതെ സന്യസിക്കുവാൻ വട്ടം കൂട്ടിയ കാരണത്താൽ നിന്നെയും ധ്യാനിച്ചവൾ ദേഹമുപേക്ഷിച്ചാൾ. ഇന്നു നിഞ്ചനിയതു പൂർത്തിയാക്കുവാനത്രേ. നിന്നെ കാണുമ്പോൾ കാമമാർന്നവൾ അടുത്തെത്തും. അന്നേരം നീ നിക്കൊല പരിശുദ്ധയാണവൾ. നന്നായി ദയിതയായി സ്വീകരിച്ചവൾക്കത്യാനന്ദമേകി നീ അങ്ങു സൗഖ്യമായി കുറേ പാർത്ത് പോരിക. പിന്നെ നിങ്ങൾ രണ്ടാളും കൂടി പമ്പാതീരത്തിലെത്തി തത്ര സ്വൈരമായി വസിച്ചാലും. പ്രകൃതി മനോഹരമായുള്ള പമ്പാതീരെ മരുവും പൊഴുതുണ്ടാം സന്താനലാഭം പാരം. അങ്ങിനെ വാഴും കാലം നീലിമാമലയിൽ നിന്നങ്ങു കേട്ടിടാം മമ നൃത്തത്തിൻ പ്രതിധ്വനി. അന്നേരം മഹിഷിയും കോപം പൂണ്ടങ്ങു പാഞ്ഞു വന്നിടും. നിൻ വാക്കിനെ ലേശവും മാനിക്കാതെ. പെട്ടെന്നു വന്നാലും നീ മിന്നൽ വേഗത്തിൽ പമ്പ വിട്ടന്നു മൽസമീപേ നീലിമാമലമീതേ. തത്ര വെച്ചഹമവൾ തന്നെ അഹങ്കാരമത്രയും നശിപ്പിച്ച് ശാപമോക്ഷവുമേകി നിർവാണപ്രാപ്തിക്കുള്ളോരുപദേശവും നൽകി സർവാനുഗ്രഹപൂർവം അയച്ചുകൊണ്ടിടുവാൻ. ദേവകാര്യമോ നിന്നാൽ സാധ്യമായി തീരുമല്ലോ. പോയാലും കരിങ്കണ്ണ
സുന്ദരമഹിഷമേ.